ഹായ്, എന്തൊരു സ്ഥലം വരെ പോവാം? എവിടെയാണെന്നല്ലേ പറഞ്ഞുതരാം. നമ്മൾ ഇന്ന് പോണത് എൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് മെമ്മറീസ് ഉള്ളൊരു വീട്ടിലേക്കാണ്. ഇവിടെ ഒരു ആശ്രമമുണ്ട്. അവിടെ വിളക്ക് വയ്ക്കൽ കൂടിയാണ് ഈ യാത്രയുടെ ഉദ്ദേശം. അതുമാത്രമല്ല, ഞങ്ങളുടെ കുടുംബദേവത കുടിയിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഞങ്ങളവിടെ വീട്ടിൽ ചെന്ന് അവിടുത്തെ അപ്പൂപ്പനെയും അമ്മൂമ്മേനെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ വിളക്ക് വയ്ക്കാൻ പോയി. നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു ഏരിയയാണ്. നമ്മൾ എത്ര മനസ്സ് വിഷമിച്ച് പോയാലും അവിടെ പോയി കുറേ നേരം ഇരിക്കുമ്പോൾ ഒരു മനസ്സമാധാനം. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. നല്ല വൈബാണ് അവിടെ പോയിരിക്കാൻ. മരങ്ങളും ചെടിയും ചീവീടിൻ്റെ സൗണ്ടും കിളികളെ സൗണ്ടും പിന്നെ കുറേശ്ശെ കൊതുകുമുണ്ട്. പത്തി കഴിഞ്ഞു. ഇനി അല്പം ഫുഡ് അടിയാവാം. അമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ കറിയും കൂട്ടി ചോറുണ്ണാമേ. எப்ப பார்த்தாலும் சோறு சோறு சோறுன்னு. അയ്യോ, എന്റെ കുട്ട എവിടുന്നൊക്കെ അടി വരുന്നു, ഓടിക്കോടാ. കുറച്ചും കൂടി മതിയല്ലോ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ചോറൊക്കെ കഴിച്ചപ്പോഴത്തേക്കും പൂച്ചസാറിങ്ങെത്തി. പിന്നെ അവക്കും ചോറ് കൊടുത്ത്. ഞാനൊന്ന് കൊഞ്ചിക്കാൻ നോക്കിയായിരുന്നു. പക്ഷേ ആൾ തൽപര കക്ഷിയല്ല. സോ മാന്ത് കൊള്ളാണ്ട് ഞാനിങ്ങ് കയറി പോന്നു. എന്തിനാ വെറുതെ. ഇനി അല്പം പ്രകൃതി ഭംഗിയാവാം. ഞങ്ങൾ അധികം നിന്ന് താമസിച്ചില്ല. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങി. എനിക്കും കിട്ടി പ്രിയദർശിനി ടിക്കറ്റ്. നിയമം വന്നതിന് ശേഷം ഞാൻ ഇന്നാണ് ബസ് കയറി പോണത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ലേറ്റായത് കിട്ടാൻ. അപ്പോൾ അത്രയ്ക്കുള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ശരി എന്നാൽ.